ഹലോ ഗായ്സ്, അപ്പോൾ കല്യാണത്തിൻ്റെ ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ കാണിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി കാണിക്കാൻ കഴിയില്ല. നേരെ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ വന്നു. ഇതെൻ്റെ കളിക്കൂട്ടുകാരി സജി. നമ്മൾ പണ്ട് നുള്ളിയും പറഞ്ഞും പരിഭവങ്ങളും പരാതികളൊക്കെ പറഞ്ഞ് കളിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പം എന്നിട്ട് അതെല്ലാം വറക്കുന്നത്. അപ്പോൾ ഇവരിതെല്ലാം ഡാൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഡ്രസ് കോഡ് ഏകദേശം വൈറ്റാണ്. എനിക്ക് മഞ്ജു ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടോ. ഇതെൻ്റെ ഇളയമയാണ് കേട്ടോ. അങ്ങനെ എനിക്കൊരു ഗൂഗിൾ മീറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരം റൂമിലിരുന്നു ഗൂഗിൾ മീറ്റൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇവരെ ഡാൻസ് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ. ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട് കേട്ടോ. ഇതിലൊരു ഭാഗമാവാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നാമത് ഇവർക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എത്ര ഫോണിൽ നോക്കി പഠിച്ചാലും നമ്മൾ നേരിട്ട് കളിക്കുന്നതിന് തുല്യമാവില്ലല്ലോ. പിന്നെ നമ്മൾ വെറുതെ ബോറാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞാണ്. എന്നെയും കൂടി ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തതാണ്. ഇവർ അടിപൊളിയായിട്ട് കളിച്ചു ഗൈസ്. നല്ല കൊറിയോഗ്രാഫി, നല്ല സോങ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇവക്കുട്ടി ഉച്ചക്കാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഉച്ചയല്ല, ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അവിടെ നല്ല രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ കളിച്ചു. ഇവമ്മക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ സ്റ്റേജിൽ നിന്ന് നന്നായിട്ട് കളിക്കും. പക്ഷേങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കലമ്പൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്നത്. പൊതുവെ ഡാൻസ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും ഇവ കളിക്കുമ്പോൾ നമുക്ക് ഒരു അടി കൊടുത്തേക്കാന്നൊക്കെ തോന്നും. നമ്മളവിടെ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് കേട്ടോ കാണുന്നത്. ആമിമോൾ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാൻസ് കണ്ടു. അതോ അല്ലാതെ അമ്മ ഡാൻസ് കളിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് കളിക്കണം എന്ന് തോന്നിയിട്ട് കരഞ്ഞ് കുഴപ്പമാക്കും. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ മഞ്ജു ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ അവരെ വീഡിയോയിലെടുക്കുമ്പോൾ അന്ന് ആ മുഖത്തിൻ്റെ ഭാവം അങ്ങനെ. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയിട്ട് കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടി ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ പായസം ഉണ്ടായിരുന്നു. അതെൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മ വീഡിയോയിലൊക്കെ നിന്ന് തരുന്നുണ്ട്. ആദ്യം എപ്പം എതിർത്തയിൽ ഒന്നാമത് എൻ്റെ അമ്മക്കാണ് കേട്ടോ. നമുക്കിഷ്ടമല്ല അമ്മ ഒരു നീ വെറുതെ ഇതെല്ലാം കാണിച്ച് കുളവാക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇതിൽ പറയാറുണ്ട്. ഇപ്പം അല്ല കേട്ടോ. ഇപ്പം അമ്മ പറഞ്ഞൊരു ഡയലോഗ് എന്ന് വെച്ചാൽ, ഞാൻ ചോറ് വായിലിടുമ്പോൾ നീ എൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ലാന്ന്. ഇതെൻ്റെ അമ്മയുടെ ചങ്ങാതി, അതായത് എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങളായിട്ട് തന്നെ വരും വകയിൽ സുഗന്ധിയേട്ടി. അപ്പോൾ അമ്മയും ഇവരുണ്ടാവും നല്ല പോകുന്നിടത്തേക്ക് നല്ല ഐക്യത്തിൽ പോകുന്നവരാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ പരിഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചാണ് ഈ ഷോ കാണിച്ചത്, അല്ല ഞാൻ വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നീവൂട്ടനെല്ലാം കൂടി നല്ല വൃത്തിക്കനെ ഡാൻസ് കളിച്ചു. ഇത് ദിനേച്ചി കേട്ടോ. ദിനേച്ചി നേരത്തെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാകുമ്പോൾ ആ ഉച്ചക്കത്തെ വീഡിയോയിൽ ദിനേച്ചി എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ഞാനും ചെറുതായിട്ട് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച അടിപൊളിയായിട്ടാണ്. പക്ഷേ ആ ബോക്സിൻ്റെ സൗണ്ടിൽ വല്ലാണ്ട് നെഞ്ഞു വേദന വരുന്ന പോലെല്ലാം തോന്നി. ഇത് കണ്ട ഇവളങ്ങനെ എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ ചിരിച്ച് കാണിച്ചു ഗൈസ്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു. ഇവിടെ ഡാൻസ് കളിക്കുന്നതിൽ പ്രായഭേദം ഒന്നുമില്ല. അതിന് ഫോർ എക്സാമ്പിളാണ് മൈ പപ്പയെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ നൈറ്റ് വൈബ് സൂപ്പറല്ലേ. ഇങ്ങനെ ബോക്സൊക്കെ